ഹലോ ഗൈസ്, നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്നത്തെ എൻ്റെ പാചകം ചെയ്യാൻ പോകണം കേട്ടോ. കാലത്ത് ഇന്ന് ലീവാണ്. അപ്പോൾ കാലത്തിന് 7 മണിയായപ്പോൾ എണീറ്റ് അടിച്ച് വാരലൊക്കെ കഴിഞ്ഞ് കുളി കഴിഞ്ഞു, അലക്കൽ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞതേ പാചകത്തിലേക്ക് തിരിയാണ് കേട്ടോ. ചായ വയ്ക്കാനാണ് പോകണം കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. വിറകടുപ്പാണ് കേട്ടോ. ഇവിടെ വിറകടുപ്പാണ്. പാചകത്തിലേക്ക് വിറകടുപ്പാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ ആദ്യം ചായ വയ്ക്കാൻ വെച്ചു. ചായ വെച്ചതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വെച്ചു. ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇതാണ്, ചപ്പാത്തിയും കിഴങ്ങ് കറിയാണ് ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ. ചപ്പാത്തി കിഴങ്ങ് കറി ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ. കാണുന്നില്ല എല്ലാവർക്കും? ചപ്പാത്തിയും കിഴങ്ങ് കറി ഇന്നത്തെ വിഭവം. അപ്പം അതിനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോ ഇടുന്നത്. ഇത് പാചകത്തിൻ്റെ വീഡിയോ കേട്ടോ. പാചകത്തിൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് കിടക്കാണ്. അല്ലാതെ ശരിയായി വരണ്ടേ? എന്നെ കാണാല്ലേ അല്ലേ? തിരിച്ചു വെച്ചാലോ? എല്ലാം കാണാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങൾ പറയൂ ഗെയിംസ്. ഇതാണ് നമ്മുടെ പാചകപ്പുര. ഓക്കെ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തലവനിക്കുക കേട്ടോ. ചായക്ക് വെള്ളം ആവാതായിട്ടുണ്ട്. അപ്പോൾ ഇനി ചപ്പാത്തിക്ക് പരത്തണം. ചപ്പാത്തിക്ക് പരത്തി ചപ്പാത്തി റെഡിയാക്കണം. പറഞ്ഞില്ലേ, എൻ്റെ കൈ ഒടിഞ്ഞിരിക്കുന്ന കാരണം കൊണ്ട് വലത് കൈ എല്ലാ വർക്കും ഒരുമിച്ച് ചെയ്യാനായിട്ട് കൈ സമ്മതിക്കുന്നില്ല. എനിക്ക് കൈ കൊണ്ട് പറ്റുള്ളൂ. നമ്മുടെ പണ്ടൊക്കെയും ഇങ്ങനെയാണ് ചെയ്തിരുന്നത് കേട്ടോ. ഗ്ലാസ് കൊണ്ട്, പിന്നെ ഗ്ലാസ് കൊണ്ടൊക്കെയാണ് ചപ്പാത്തി പരത്തിയിരുന്നത് പണ്ട് കാലത്തൊക്കെ ഇട്ടാ. ഇപ്പോഴൊക്കെ അല്ലേ പരത്തണ സാധനങ്ങളൊക്കെ ആയത്. അങ്ങനെ കൈ ശരിക്കും വറുക്കാത്ത കാരണം കൊണ്ടേ ഇത് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. വലത് കൈയാണ് പ്രശ്നക്കാരൻ. അതുകൊണ്ട് കൈ കൊണ്ട് ശരിയായി വരണേ ഉള്ളൂ. 90-95 ദിവസം വിശ്രമത്തിലായിരുന്ന കൈയായിരുന്നല്ലോ. കൈ മരം പോലെയായിരുന്നു. ശരിക്ക് ചത്ത കൈ പോലെയായിരുന്നു. ഒരു ചലനശേഷി ഇല്ലാണ്ട് വടി പോലെ നിന്നിരുന്നു. വിരലുകളും കൈയും ഒക്കെ തന്നെ. ഈ നേരം വരെയായിട്ട് ചായ പോലും കുടിച്ചിട്ടില്ല കേട്ടാ. പണികൾ കഴിയാണ്ട് പറ്റില്ല. അപ്പോൾ ആ കാരണം കൊണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ലൈവിൽ വന്നു കഴിഞ്ഞാൽ പണി കഴിഞ്ഞ് വന്ന ക്ഷീണം കാരണം കൊണ്ട് ലൈവിലധികം ഇരിക്കാറില്ല. ഭയങ്കര ക്ഷീണം. ഈ അട്ട കൈ വെച്ചല്ലേ ഈ പണിയാണ്.
അപ്പോൾ വേദന കാരണം കൊണ്ട് ലൈവിൽ അധികം വരാറില്ല. പിന്നെന്താ ചെയ്യുക? അപ്പോൾ പിന്നെ അങ്ങനെ ഇരിക്കന്നെ. ഇടത് കൈയാണ് കംപ്ലീറ്റ് പോടുന്നത്, വലത് കൈ പേരിനെ ഒരു കയ്യിൽ നിന്ന് മാത്രം. അത് കാരണം കൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര കൈവേദനയും മേലുവേദനയൊക്കെയാണ്. ജീവിച്ചു പോണ്ടേ, അത് കാരണം കൊണ്ട് അങ്ങനെ. ഞാനാണെങ്കിൽ ആരെയും അധികം ബുദ്ധിമുട്ടിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. അതുകൊണ്ടാണ് അധികം തീ കത്തി വരുന്നു. കത്തി തുടങ്ങിയിട്ടുണ്ട് കേട്ടാ, തീ കത്തുന്നുണ്ട്. അപ്പോൾ ചായ കഴിഞ്ഞുള്ള ചായയും കുടിക്കാം, ചപ്പാത്തി പരത്താം. ചപ്പാത്തി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ചോറിൻ്റെ പണി നോക്കണം. മീൻ എന്തെങ്കിലും കിട്ടി കഴിഞ്ഞാൽ മേടിച്ചിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കണു. അങ്ങനെ എൻ്റെ ഗൈഡ്സുകളെ തിളയ്ക്കാൻ ഇത്തിരി താമസമാണ്. വിറകടുപ്പല്ല, ഗ്യാസല്ലല്ലോ. ഗ്യാസ് തീർന്നിട്ട് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെന്നേ, ഫോൺ കേടായ കാരണം കൊണ്ട് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ബുക്ക് ചെയ്യാൻ പോകണമെങ്കിൽ ഇനി ഒരു ദിവസത്തെ ലീവ് എടുത്തിട്ട് വേണം ബുക്ക് ചെയ്യാൻ പോകാൻ. അപ്പോൾ അത് കാരണം കൊണ്ട് ഇപ്പോൾ തൽക്കാലം വിറകും അഡ്ജസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ നടത്തുന്നു. വിറകടുപ്പിലാണ് ഇപ്പോഴത്തെ പരിപാടി. ഓക്കേ, അങ്ങനെയുള്ള ഒരു വിശേഷങ്ങൾ. പിന്നെ നിങ്ങളുടെ വീട്ടിലെല്ലാ പണികളും കഴിഞ്ഞോ? ഞാൻ ഞായറാഴ്ച ദിവസം ഇത്തിരി നേരം വൈകിട്ട് എനിക്കേട്ടോ, അല്ലെങ്കിൽ 7:30 ജോലി സ്ഥലത്ത് എത്തണേ. 7:30 കയറി കഴിഞ്ഞാൽ 4 മണി വരെ വർക്കാണ്. പിന്നെ അത് കഴിഞ്ഞ് വീടെത്തുമ്പോൾ ഒരു 5 മണിയൊക്കെ ആവും. 5 മണി ബസ്സിൽ ഇടിയും ഇതൊക്കെ കൊണ്ട് വീടെത്തുമ്പോഴത്തേക്കും ആകെ ആവശ്യമില്ല. പിന്നെ എന്താ പറയുക, കുളി കഴിഞ്ഞ് 2 വരി നാമം ജപിച്ച് കുറച്ച് സീരിയൽ കണ്ട് ഭക്ഷണം കഴിച്ച് അങ്ങനെ കിടക്കും. പിന്നെ പിറ്റേ ദിവസം നേരത്തെ എന്നിട്ട് പോകണ്ടേ, ശനിയാഴ്ച വരെ വർക്കല്ലേ. അങ്ങനെ എൻ്റെ പാചകമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ലേ. പണ്ടത്തെ പാചകമല്ലേ അല്ലേ, ഇഷ്ടപ്പെടാതിരിക്കില്ലല്ലോ. ചപ്പാത്തി ഇതേൻ്റെ ചായ തിളച്ചിട്ടില്ല. ചായ തിളച്ചിട്ട് വേണം ഇനി. വലത് കൈ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ അടയ്ക്കാനോ തുറക്കാനോ അങ്ങനെയൊന്നും പറ്റില്ല. വെറുതെ ഒരു കൈ എന്താ ഇത്രയ്ക്ക് മടങ്ങളോ. ചോറ് ഇട്ട് ഇങ്ങനെ വരുണ്ടണം, പെറുക്കി ചെറിയ പിള്ളേർ കഴിക്കുന്ന മാതിരി. എന്നാലും കുഴപ്പമില്ല, അങ്ങനെയാണ് പോണു കാര്യങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ചായ തിളച്ച് വരുന്നുണ്ട്. ചായ ആയി കഴിഞ്ഞാൽ നമുക്ക് ചപ്പാത്തി ചൂടാം. ചപ്പാത്തി ചുട്ട് കഴിഞ്ഞാൽ കിഴങ്ങ് കറി, വിറകടുപ്പും വയ്ക്കുന്ന ഭക്ഷണത്തിന് പ്രത്യേക ഒരു ടേസ്റ്റ് കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസൊക്കെ ഇപ്പം അടുത്തിറങ്ങിയതല്ലേ ഗ്യാസൊക്കെ. നമ്മുടെ പോലെ സാധാരണക്കാരുടെ വീട്ടിലേക്ക് ഇപ്പോൾ ഗ്യാസ് വന്നിട്ട് അധികം കാലങ്ങളായിട്ടില്ല. വിറകടുപ്പ് തീ നല്ലോണം പിടിഞ്ഞ് കനലായി തുടങ്ങി കഴിഞ്ഞാൽ എന്ത് സാധനം വെച്ചാലും അല്ലെങ്കിൽ പുകമണ്ണടിക്കും. തീ ആയില്ലെങ്കിൽ പുകമണ്ണടിക്കും. അപ്പോൾ നല്ലോണം കനലായി നല്ലോണം തീ കത്തിയതിന് ശേഷം സാധനങ്ങൾ പാചകം ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർ സാധനം കേട്ടോ, നല്ല ടേസ്റ്റും. അതുപോലെ തന്നെ അമ്മിയും അരയ്ക്കുക, അമ്മിയിൽ തേങ്ങ അരച്ച് കറി വയ്ക്കുക, തേങ്ങ ചമ്മന്തി ഉണ്ടാക്കുക. പ്രത്യേകിച്ച് നാടൻ തക്കാളി തേങ്ങ അരച്ച് കറി വെച്ച് കഴിഞ്ഞാൽ എന്താ രസം എന്നറിയോ. പണ്ടത്തെ ടേസ്റ്റ് എന്നാലും കിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഇംഗ്ലീഷ് വളങ്ങളാണല്ലോ അധികം ഉപയോഗിക്കുന്നത്. അത് കാരണമുണ്ട്. പണ്ടെന്നൊക്കെ കഴിഞ്ഞാൽ പച്ചില വളങ്ങളാണ് ഇട്ട് നാടൻ, അതായത് നാടൻ വളങ്ങൾ, ചാണകം, ആട്ടുംകാട്ടം, കോഴിക്കാട്ടം, പിന്നെ പച്ചിലകൾ, അങ്ങനെയുള്ള വളങ്ങളാണ് ഇട്ടിരുന്നത്. കാരണം കൊണ്ട് നല്ല രസമായിരിക്കും തക്കാളിക്കും കറി വെച്ച് കഴിഞ്ഞാൽ. ഒരു തക്കാളി ചമ്മന്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ വയറ് നിറച്ച് ചോറുണ്ണാം.
അത്രയും ടേസ്റ്റാണ്. പക്ഷെ ഇപ്പോഴത്തെ തക്കാളിന് അങ്ങനെ വലിയ ഗുണമില്ല. ഒക്കെ ഇംഗ്ലീഷ് വളങ്ങളാണല്ലോ ചെയ്യുന്നത് കംപ്ലീറ്റ്. അപ്പം ആ കാര്യമൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് രസം വായിൽ വെള്ളം ഊറാണ് കേട്ടോ. എനിക്കൊക്കെ ഓർമ്മ വയ്ക്കുന്ന സമയത്ത് പരിപ്പ് വേവിച്ച് മുഴമുളക് കുത്തിപ്പൊടിച്ച ഇത് ഇട്ട് നല്ലോണം വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ ഇട്ട് മൂപ്പിച്ച് മുളക് മൂപ്പിച്ച് അതിലേക്ക് ഒഴിച്ച് മുളക് എന്താ പറയാന പരിപ്പ് കറി, വെറും പരിപ്പ് മാത്രം, അല്ലാണ്ട് വേറെ അതിലേക്കൊരു കഷ്ണങ്ങളൊന്നുമില്ല. വെറുതെ പരിപ്പ് വേവിച്ച് ചുവന്നുള്ളി ചുവന്നുള്ളി വെളുത്തുള്ളി പിന്നെ അതുപോലെ മുളക് ഇടിച്ചത് മൊരിച്ച് അങ്ങോട്ട് കറി കാച്ചാലുണ്ടല്ലോ, ഹായ് ഒരു 7 വീട് അപ്പുറം കേൾക്കും വേണം. അത്രയും ടേസ്റ്റും അത്രയും വേണം ഗുണവും ഉണ്ടായിരുന്നൊരു സമയം ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊന്നും പരിപ്പ് കുത്തി കഴിച്ച് കഴിഞ്ഞാൽ ഒരു രസമില്ല, വെറുതെ എന്നിട്ടാ പരിപ്പ് കറി എന്ന് പറയാൻ മാത്രം. അന്നങ്ങനെയല്ല. എനിക്ക് ഓർമ്മിക്കുന്ന സമയത്ത് എൻ്റെ അയലക്കത്ത് ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു. ആ ചേട്ടൻ എന്താ കറി ഇന്ത്യക്ക് പരിപ്പ്, ഇത്തിരി തന്നേരി ഇന്ത്യക്ക്, അയലക്കല്ല ഇത്തിരി തന്നേരി എന്ന് പറയും. ആരുടെ അടുത്ത്? എൻ്റെ അടുത്തല്ല കേട്ടാ, അമ്മയുടെ അടുത്ത്. അപ്പം അമ്മ ഇത്തിരി എടുത്ത് കൊടുക്കും. ആൾക്കെന്ന് വെച്ചാൽ പരിപ്പ് ഭയങ്കര ഇഷ്ടമാണ് പരിപ്പ് കറി. പരിപ്പ് എന്തെന്ന് പറയാം, കുത്തി കാച്ചിയത്. അവിടെ എങ്ങനെ പറയാം, പരിപ്പ് കുത്തി കാച്ചാന്ന് പറയാം. അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം നമ്മുടെ ചായ ആയി കേട്ടോ. ചായയായി. ഇനി നമുക്ക് ചായ കഴിഞ്ഞ് കഴിഞ്ഞാൽ തട പിടിക്കുന്ന തുണി എവിടെ എടുക്കുക, തട പിടിക്കുന്ന തുണി. ചായയായി ഇതാക്കാണ് കേട്ടോ. ഇനി നമ്മൾ ദോശക്കല്ല് വയ്ക്കാം. ദോശക്കല്ല് എന്ന് പറഞ്ഞാൽ മറ്റേ കല്ലല്ല കേട്ടോ, ഇരുമ്പിൻ്റെ കല്ലാണ്. ഇത് അങ്ങോട്ട് ചൂടായി കഴിഞ്ഞാലുണ്ടല്ലോ എന്താ രസം എന്നറിയോ, ചൂടായി കഴിഞ്ഞാൽ പുട്ടിങ്ങനെ ആക്കിയെടുക്കാം കാര്യങ്ങൾ. ചായ കുറച്ച് ഫ്ലാസ്കിലേക്ക് പകർത്തി വെക്കട്ടെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് നേരം അടുപ്പ് പൂട്ടാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ ചെയ്യുന്ന ഐഡിയയാണ്, ചായ തിളപ്പിക്കുക, ഫ്ലാസ്കിൽ ഒഴിച്ച് വയ്ക്കുക, സമയത്തിന് അതെടുത്ത് കഴിക്കുക. എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി? എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി? ഇത് വിറക് വെച്ച് കത്തിക്കാൻ ഇതാണ് കേട്ടോ. ഗ്യാസൊക്കെ ഇരിക്കുന്നത് അപ്പുറത്തെ റൂമിലാണ്. ഇത് വിറക് വെച്ച് മാത്രം കത്തിക്കാനുള്ള സ്ഥലമാണ്. ഗ്യാസ് വയ്ക്കേണ്ടതൊക്കെ അപ്പുറത്തല്ല, അപ്പുറത്ത് അടുക്കള. അപ്പം ഇത് ചൂടായി തുടങ്ങിയിട്ട് ഈ കലത്തിൽ കുടിക്കാൻ വെള്ളം തിളപ്പിക്കുന്നതാണ് കേട്ടോ. അത് കുടിക്കാൻ വെള്ളം തിളപ്പിക്കുന്ന പാത്രമാണ് കേട്ടോ, കലമാണ് കേട്ടോ. അപ്പോൾ എന്നും കഴുകില്ല, ഒന്നരാടം ഇന്നലെ കഴുകി വെച്ചുള്ളൂ. പിന്നെ നാളെ കഴുകുള്ളൂ. ചപ്പാത്തി, അടുത്ത ചപ്പാത്തി ഒക്കെയായി. ചപ്പാത്തി ഉണ്ടാക്കി കിഴങ്ങ് കറി ഉണ്ടാക്കണം. കൈ കൊണ്ട് എടുക്കാൻ പറ്റാത്തായിരുന്നു. കൈ ശരിക്കും വറക്കാത്ത കാരണം കൊണ്ട് ഇത്ര മാന്തം, അല്ലെങ്കിൽ പൊടിപൊടിന്ന് ചെയ്യാം. കൈ ഉണ്ടാവും, അത് എടുക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്.
നല്ല വേദന ഉണ്ട് കേട്ടോ കൈ, നല്ല പുകച്ചിലും വരച്ചിലൊക്കെ ഉണ്ട് കൈ. പറഞ്ഞിട്ട് എന്താ കാര്യം? എത്ര നാളായി ഇന്നലെ ഈ വേദന തുടങ്ങിയിട്ട്. ഇതൊന്നും ഇപ്പോഴത്തെ തലമുറ കണ്ടിട്ടില്ല കേട്ടാ, അങ്ങനെ ഇങ്ങനെ ചെയ്യുന്ന പരിപാടി ഇപ്പോഴത്തെ തലമുറ കണ്ടിട്ടില്ല. അവർക്കിപ്പോൾ മിഷീനുമ്പം പരത്തുന്ന സാധനമൊക്കെയില്ല, കറണ്ടുമ്മ പരത്തി കറണ്ടുമ്മ തന്നെ വേവിച്ച് തിന്നുന്ന പരിപാടിയാണ്. അപ്പോൾ ഇതൊന്നും അറിയാത്ത ആൾക്കാർക്കും കൂടിയുള്ളൊരിതാണ്. ഇങ്ങനെ വിറകടുപ്പിൽ ഇതേപോലെ ചപ്പാത്തി ചുട്ട് കറി വെച്ച് കഴിച്ച് നോക്കൂ. പണിയാണ്, പണിയുണ്ട് കേട്ടോ. ഈ ബുദ്ധിമുട്ടാണ് ഇത് ചെയ്യാൻ, എന്നാലും ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്നാലും ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. വിറക് പറഞ്ഞ പോലെ ചില നേരത്ത് നമുക്ക് പണി തരും. നീളമുള്ളൊരു വിറക് ഇട്ട് കൊടുക്കും. ഇത് കത്തിപ്പിടിഞ്ഞ കനലായി ഇത് മറ്റേ എന്താ പറയുക, ജനലേര പാല് ചെയ്തു, അത് ഞാൻ കട്ട് ചെയ്ത് എടുത്തതാണ്. ഇപ്പോൾ ഈ വിറക് പെട്ടെന്ന് അങ്ങോട്ട് ദൈവം കിട്ടില്ലല്ലോ, അത് കാരണം കൊണ്ട് കട്ട് ചെയ്തെടുത്തതാണ്. കനലായി കഴിഞ്ഞ് തീ അങ്ങനെ കത്തിക്കുള്ളൂ. ചപ്പാത്തി പിന്നെ കറുന്ന് പറഞ്ഞാൽ പെരിയരുത്, ചെറുതായിട്ടൊരിത് എന്നുവെച്ചാൽ ചപ്പാത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലുകൾക്ക് ബലം തരുന്ന ഒരു സാധനമാണ് ചപ്പാത്തി കഴിച്ച് കഴിഞ്ഞാൽ. പക്ഷേ ഈ സാധനം കണ്ടോ, ചപ്പാത്തി കണ്ടോ, ഇതാണ് നമ്മുടെ ചപ്പാത്തി. നന്നായിട്ടോ ഇതിപ്പോൾ ഇതൊക്കെ ഒരു 5-6 കൂടുതലുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നാളെ 10 മണിക്കുള്ള ഭക്ഷണത്തിനുള്ളതായി. ശരിക്കും ഒരേപോലെ കനം വരാൻ വേണ്ടിയാണ് ഇങ്ങനെ ആക്കണം കേട്ടോ. എല്ലാവർക്കും ഒരേ കനം വരും. കൈ പച്ചക്കാരാണ്, അല്ലെങ്കിൽ എന്ത് പൊടുവ് പറിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇതൊന്ന് മറിച്ചിടാൻ ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ അത് പിരിയും. ഇങ്ങനെ കത്തി കഴിഞ്ഞാൽ നടുഭാഗം സൈഡ് ഭാഗം എല്ലാതും ഒരേ കനത്തിൽ വരും. ഈ ഭാഗത്ത് കനം കൂടും എന്നുള്ള ടെൻഷൻ വേണ്ട. ചട്ടി ചൂടായി കഴിഞ്ഞാൽ ഗുണം അതാണ്, പിടുന്നതിന് ചപ്പാത്തിയാവും. ചട്ടിയില്ലാട്ട ദോശക്കല്ലാണ്, ദോശക്കല്ലല്ല ചപ്പാത്തിക്കല്ല്. ഇതിപ്പുള്ളതല്ല കേട്ടോ, അത് കാലങ്ങൾ കുറേ ഇതാണ്.
ദോശ തട്ട് വേറെ ഉണ്ട്. ഇത് ചപ്പാത്തി ചുടാൻ മാത്രം. ചപ്പാത്തി അങ്ങനെ ഉരുട്ടി ചെറിയ ഉരുളകളാക്കണമെങ്കിൽ ആക്കാം. പക്ഷെ പരത്തം അത് മെഷീൻ മറ്റേ ഇപ്പോഴത്തെ ട്രിക്ക് ഉപയോഗിച്ചുള്ള പരിപാടിയില്ല, മെഷീൻ വെച്ചിട്ടുള്ള പരിപാടി. അപ്പോൾ നൂല് കണത്തിന് ചപ്പാത്തി കിട്ടും. ഇതെന്തിനാ വെച്ച് കഴിഞ്ഞാൽ വെള്ളം എന്തെങ്കിലും കൂടുതലുണ്ടെങ്കിൽ ഇതാവാൻ വേണ്ടി. പൊന്തി അവിടെ ചപ്പാത്തി പൊന്തി ഇടയ്ക്കുന്ന ശ്രദ്ധ പാളിപ്പോയി. ഞാൻ ഗുരുവായൂരേക്കും പോവാന്ന് വെച്ചതാണ്, ഇന്നലെ നിർമ്മാണം തരാൻ പോവാന്ന് വെച്ചതാണ്. വീട്ടിൽ വന്ന് കയറിയപ്പോൾ ഭയങ്കര ക്ഷീണം, അത് കാരണം പോയില്ല. അപ്പോൾ ഗുരുവായൂരത്തെ വീഡിയോ ഒക്കെ ഇടാന്ന് വിചാരിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞ് സമയമായില്ല എന്നാണ് ആൾ പറഞ്ഞത്. അപ്പോൾ പിന്നെ പോകാൻ പറ്റും. സമയമാകുമ്പോൾ ആളങ്ങോട്ട് വിളിക്കും, നമ്മളെന്നെ സമയമാകുമ്പോൾ ആളങ്ങോട്ട് വിളിക്കും. ഇപ്പം നമ്മൾ ചെല്ലാം, തൊഴുത് പ്രാർത്ഥിച്ച് പോരാം. ഗുരുവായൂർ വിചാരിച്ചാൽ തന്നെ പോകും. എനിക്കൊരു സമയമുണ്ട്, സമയമാകുമ്പോൾ ആൾ വിളിക്കും നമ്മളങ്ങോട്ട്. അങ്ങനെ എടുക്കാൻ പറ്റില്ല, കൈ കൊണ്ട് പറ്റുന്നു. ചട്ടി ചൂടായി. ദോശക്കല്ല് നല്ല ചൂടായി. തന്നെയാണ് എൻ്റെ കയ്യനുസരിച്ച് വർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാൻ എന്ത് ചെയ്യും? സമയോടുകൂടി കാത്തിരിക്കും. അപ്പോൾ ഒരു കാര്യം, ഈ വിറകിനോട് മാറ്റാം. തീ കൂടുതലായി, അപ്പോൾ ആ വിറകിനോട് മാറ്റി. ആ വിറകിനെ അങ്ങോട്ട് മാറ്റിയപ്പോൾ തീ കറക്റ്റായി. മറിച്ചിടണം. ഇല്ല, ഇത് മറിച്ചിട്ട് കരി അങ്ങനൊരു ഇതുണ്ട്. തീ കുറച്ചപ്പോൾ പാകമായി.
അപ്പോൾ ഇന്ന് കഴിച്ച് ഉച്ച കഴിഞ്ഞ് കഴിക്കാം. അപ്പോൾ ബാലൻസ് ഉണ്ടെങ്കിൽ നാളെ ജോലിക്ക് പോകുമ്പോൾ കൊണ്ടുപോകാം. ചൂടാക്കി ഈ ചൂട് കൂടിയായതുകൊണ്ട് ഇറക്കി വെച്ചു. മറിച്ചെടുത്ത് വലുത് കഴിഞ്ഞിട്ട് തന്നെ എടുക്കാൻ പറ്റുന്നില്ല, കൈ പിടിക്കാൻ പറ്റുന്നില്ല. കണ്ടത് അമ്പ അങ്ങനെ ചപ്പാത്തി പണി കഴിയാറായിട്ടോ. രണ്ട് മൂന്നെണ്ണം കൂടി ഉണ്ട്. നാലെണ്ണം കൂടി ഉണ്ട്. കയ്യിലിങ്ങനെ തന്നെ പറ്റൂ അല്ലേ? അങ്ങനെയൊക്കെ ചെയ്ത് നിൽക്കുള്ളൂട്ടാ. നേരം എന്താ ടേസ്റ്റ് ഉണ്ടാവും. സമയത്ത് ചെയ്യും. ഭക്ഷണം കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. വിറകടുപ്പം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കില്ലേ ഗൈസ്? അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കിയുള്ളൂ കേട്ടോ. ചപ്പാത്തി ഇങ്ങനെ പരത്തി ഉണ്ടാക്കി കഴിച്ച് നോക്കൂ. അടുത്തത് വരട്ടെ.
കൂടെ ഉരുളൻകിഴങ്ങ് ഇതാ ഉരുളൻകിഴങ്ങ് തൊലി കളയും. കയ്യിൽ നിന്ന് കിഴങ്ങുന്നല്ലോ ഇതായി വരുമ്പോഴത്തേക്ക് ഇതാവും. ഉരുളൻകിഴങ്ങ് തൊലി കളയുക. വിശന്ന് തുടങ്ങി എനിക്ക്. ഇനി 11 മണിയാവാനല്ലേ പോണേ. കുറേക്ക് ചെത്തി കളയുന്നുണ്ട് കേട്ടോ. കൈ കൊണ്ട് പാടില്ലെത്താനോണ്ടേ. എനിക്ക് ഉരുളക്കിഴങ്ങ് വയ്ക്കുമ്പോൾ മഞ്ഞൾപ്പൊടിയും പച്ചമുളക് ഇട്ടിട്ട് ഉപ്പിട്ട് വേവിച്ച് ഉടച്ചെടുക്കുന്നതാണ് എനിക്കിഷ്ടം കേട്ടോ. ഇതുപോലെ കടകളൊക്കെ കിട്ടില്ലേ, മസാല ദോശ കിട്ടില്ലേ, അതേപോലെ എടുക്കുന്നതാണ് എനിക്കിഷ്ടം കേട്ടോ. ചപ്പാത്തിക്ക് എനിക്കിഷ്ടം കേട്ടോ. ചിലർ ഇതിൻ്റെ കൂടെ ബീൻസ് ഇടും, ഗ്രീൻ ബീൻസ് ഇടും ഉരുളക്കിഴങ്ങ് കറിയിലേക്ക്. അപ്പോൾ ഒരു നല്ല കൊഴുപ്പ് കിട്ടും. ഇതും കുഴപ്പമൊന്നുമില്ല. കത്തിയൊന്നും മര്യാദയ്ക്ക് പിടിക്കാൻ പറ്റില്ല. കൈ വഴങ്ങില്ല, മരം പോലെ ഇരിക്കണ കൈ. വിരലുകളൊന്നും ശരിക്കും മടങ്ങണില്ല. അത് കാരണം ഇങ്ങനെയാണ് കണ്ട. വലത് കൈ കൊണ്ട് വേണമൊക്കെ തിരിക്കുക, അതുകൊണ്ട് വലത് കൈ തിരിയില്ല. ചപ്പാത്തി ഉണ്ടാക്കി തീരാനെ കൊണ്ടേ തെക്ക് കറിയിൽ വെക്കണ്ടേ. കയ്യാണെങ്കിൽ മരം പോലെ ഇരിക്കണ കൈ. ഞാനെന്ത് ചെയ്യും? വെള്ളം പാളിപ്പോയി കഴിഞ്ഞാൽ ചപ്പാത്തി കരിയാണ്ട് നോക്കണം. കഴുകി ഒരെണ്ണം കൂടി ഉണ്ട് ഗൈസ്.
ഉരുളക്കിഴങ്ങ് വയ്ക്കാൻ വയ്ക്കുക. ഒരെണ്ണം കൂടി ഉണ്ട് ചപ്പാത്തി. ഉരുളക്കിഴങ്ങ് റെഡിയാക്കാം. കയ്യാണ് തിരിയണില്ല നമ്മൾ വിചാരിച്ച പോലെ. അത് കാരണം കൊണ്ട് സമയം പിടിക്കുന്നത്. കുറയ്ക്കും ചെത്തികളെ. അങ്ങനെ കൈ ശരിയാണെങ്കിൽ ഇപ്പോൾ ഉരുളക്കിഴങ്ങ് നുറുക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ആകെ 4 ഉരുളക്കിഴങ്ങുള്ളൂ. പറഞ്ഞിട്ടെന്താ കാര്യം? ചപ്പാത്തി ഉണ്ടാക്കൽ കഴിഞ്ഞു കേട്ടോ. ചപ്പാത്തി ഉണ്ടാക്കൽ കഴിഞ്ഞു. ഇനി മാറ്റിയേക്ക്. ചപ്പാത്തി ഉണ്ടാക്കൽ കഴിഞ്ഞു. ഇനി അത് മാറ്റിവെക്കും. നമുക്ക് ഉരുളക്കിഴങ്ങ് വെള്ളം വയ്ക്കും. ഉരുളക്കിഴങ്ങ് വയ്ക്കുക. 1 മിനിറ്റ് കഴുകിയിട്ട്. ഉരുളക്കിഴങ്ങ് വെക്കട്ടെ. അതെ,
അങ്ങനെ കഴുകിയതാണ് കേട്ടോ. കഴുകിയിട്ട് തന്നെ ഒരു മിനിറ്റ് 2 പച്ചമുളക് പൊട്ടിച്ചിട്ട് വരാം കേട്ടോ. പച്ചമുളക് നമ്മുടെ വീട്ടിലുണ്ടായത് കേട്ടോ. കണ്ട, വീട്ടിലുണ്ടായ പച്ചമുളകാണ്. കഴുകി കൂടുന്നുണ്ട്. എന്താ മണം പച്ചമുളകിൻ്റെ കുത്ത്. കുറച്ച് മഞ്ഞപ്പൊടി, ഉപ്പ്, കയ്യിലെടുത്തിട്ട് വെക്കുക. തീ ഉഷാറായി കഴിഞ്ഞ് വേഗം തന്നെ ആവട്ടെ. ചപ്പാത്തികൾ കുറച്ചിട്ട് വയ്ക്കും. ചൂടാറാണ്ടിരിക്കണ്ടേ. അതിൽ കുറച്ച് വെച്ചാൽ കുറച്ച് ചപ്പാത്തി വയ്ക്കുക.
പതായി. ചപ്പാത്തിയും ഉരുളക്കിഴങ്ങ് കറിയും കട്ടൻ ചായയും നമുക്ക് കഴിക്കാം. താല്പര്യമുള്ളവർ കഴിക്കാൻ വന്നോളൂ. ഇവിടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണേ പ്ലീസ്. ഓക്കെ, ബൈ.